ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഈ കേക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കിയിട്ട് വരാം. കേക്കിൻ്റെ ബേസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലത്തെ ഒരു കപ്പ് മൈദ വേണം. അത് ഈ അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം 2 സ്പൂണ് കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം. ഒരു സ്പൂണ് ബേക്കിംഗ് പൗഡറും കൂടി ഇട്ട് 3 കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് 1-2 പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കണം. നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. കട്ടകളൊക്കെ ഒന്നും ഇല്ലാണ്ട് ഇതൊന്ന് അരിച്ചെടുക്കണം. രണ്ട് പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിതങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. അതിനുശേഷം ഇനി ഒരു 3 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഒരു സ്പൂൺ വാനില എസൻസും കൂടി ഒഴിച്ചിട്ട് ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. കുറേശ്ശെ പഞ്ചസാരയും കൂടി ഇട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതൊന്നിങ്ങനെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ മൊത്തം തെറിച്ച് പോകാൻ സാധ്യതയുണ്ട്. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ബീറ്റ് ചെയ്ത് കൊടുക്കാം. മുട്ട നന്നായി പതഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ഒരു 2 സ്പൂണ് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മതി, ഇത്രയും മതി. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിനകത്തേക്ക് മിക്സ് ചെയ്യാം. ഇനി കുറേശ്ശെ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മൈദയും കൊക്കോ പൗഡറും എല്ലാം കൂടി ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ചെറുതായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇതേപോലെയാണ് വേണ്ടത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് 1 സ്പൂണും പാലും കൂടി ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് കുറച്ചും കൂടി ലൂസ് ആവണമെങ്കിൽ പാലും കൂടി ചേർത്ത് കൊടുത്താൽ മതി. ഇതാ, അപ്പം നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിത് കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. ഇനി കുക്കറിനകത്ത് ഒഴിക്കുന്നതിന് തൊട്ട് മുമ്പിൽ 1/2 സ്പൂണ് ബേക്കിംഗ് സോഡയിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ട് അതിങ്ങനെ പതഞ്ഞ് വരും. അതും കൂടി ഒന്ന് ഇതിലേക്ക് ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുക്കറിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. കുക്കറിനകത്ത് നമുക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. കുക്കറിൽ കുറച്ച് എണ്ണ തടവി വെക്കണം, എന്നിട്ടേ ഒഴിക്കാവുള്ളൂ. അല്ലെങ്കിൽ ഇനി കുക്കർ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ എയർ ബബിൾസ് എല്ലാം പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് കുക്കർ അടച്ച് വെക്കാം. അടച്ച് വെക്കുന്നതിന് കുക്കറിൻ്റെ വിസിലെടുത്ത് മാറ്റിയിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് മതിയാകും. നമുക്കിതൊന്ന് അടുപ്പത്ത് വെക്കാം.
ഇതുപോലെ ഒരു തട്ട് വെച്ച് കൊടുക്കണം. ആ തട്ട് വെച്ച് കൊടുത്തതിന് ശേഷം കുക്കർ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ആകുമ്പോഴേക്കും കേക്ക് ബേക്കായി കിട്ടും. കേക്ക് ആകാൻ വേണ്ടിയിട്ട് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം. അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് തുറന്ന് നോക്കാൻ പാടില്ല, അപ്പോൾ നടുഭാഗം കുഴിഞ്ഞ് പോകും. അതുകൊണ്ട് ഇടയ്ക്കൊന്നും ഇത് തുറന്ന് നോക്കരുത്. ഒരു 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. ഒരു 10-17 മിനിറ്റ് ആയിട്ടുണ്ടാവും. നമ്മളിതാ തുറന്ന് നോക്കുന്നുണ്ട്. നമ്മുടെ കേക്ക് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇതിനി തണുത്ത് കഴിഞ്ഞതിന് ശേഷം എടുത്ത് നോക്കാം. നമ്മുടെ കേക്ക് ഇവിടെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. ഇതാ കണ്ടില്ലേ? ഇതിനി 3 ലെയറായിട്ട് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇത് 3 ലെയറായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്കിനി മാറ്റി വെച്ചിട്ട് നമുക്ക് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. 2 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റ് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഇതിന് മുമ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കാണാത്തവരൊന്ന് കാണണേ. നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഏകദേശം ബീറ്റായിട്ടുണ്ട് ക്രീം. ഇതിനി ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിരിക്കുമ്പോൾ ഒന്നും കൂടി ഒന്ന് സ്റ്റിഫായി കിട്ടും. ഒരു കേക്ക് ബോർഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഇനി ഫസ്റ്റ് ലെയർ എടുത്ത് വെച്ച് കൊടുക്കാം. അതിൻ്റെ മുമ്പിൽ കുറച്ച് ക്രീം എടുത്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഫസ്റ്റ് ലെയർ കേക്ക് എടുത്ത് വെച്ച് കൊടുത്തതിന് ശേഷം ഇത് ചെറി സിറപ്പാണ്. അത് നല്ലപോലെ കേക്ക് വെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ക്രീം ഇട്ട് കൊടുക്കാം. ക്രീം ഇട്ട് കൊടുത്തതിന് ശേഷം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചെറിയും പിന്നെ കുറച്ച് ബദാമും കൂടെ വിതറി കൊടുക്കുന്നുണ്ട്. ഇനി രണ്ടാമത്തെ ലെയറും വെച്ച് കൊടുത്ത് ആദ്യം ചെയ്തതുപോലെ തന്നെ ചെറിയ സിറപ്പ് ഒഴിച്ച് ഒന്ന് വെറ്റ് ചെയ്ത ശേഷം വീണ്ടും ക്രീം എടുത്ത് വെച്ച് അതേപോലെ തന്നെ ചെറി ഇട്ട് കൊടുത്ത് ബദാമും ഇട്ട് കൊടുത്ത് മൂന്നാമത്തെ ലെയറും കേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ക്രീം ഇട്ട് വെച്ച് അതേപോലെ തന്നെ വെറ്റ് ചെയ്ത് കൊടുക്കണം. ഇനി ക്രീം ഇട്ട് കൊടുത്തതിന് ശേഷം മൊത്തത്തിൽ കേക്ക് ഒന്ന് ഒരു കോട്ട് ക്രം കോട്ട് അടിച്ച് അരമണിക്കൂർ ഫ്രിഡ്ജിൽ ഒന്ന് വെച്ച് സെറ്റാക്കി എടുക്കണം. കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ചിട്ട് കൊണ്ടുവന്ന കേക്കാണിത്. ഇനി ഇത് നമുക്ക് നല്ലപോലെ ക്രീം ഇട്ട് കൊടുത്തിട്ട് ഫിനിഷ് ചെയ്യാം. ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഗ്രേറ്റ് ചെയ്ത ചോക്ലേറ്റ് ഇങ്ങനെ ഇതിൻ്റെ സൈഡ് വരെ ഇങ്ങനെ പറ്റിച്ച് കൊടുക്കാം. ചോക്ലേറ്റ് എല്ലാം ഇതിനകത്ത് നന്നായി കേക്കിനകത്ത് പറ്റിച്ച് കൊടുത്തതിന് ശേഷം ഞാനൊരു പൂവ് വരയ്ക്കുന്നുണ്ട്. കേക്കിന് മുകളിൽ റൗണ്ടായിട്ട് ഒരു സ്റ്റാർ നോസിലിട്ടിട്ട് ചുറ്റോട് ചുറ്റും പൂവ് വരയ്ക്കുന്നുണ്ട്. ഇനി ആ പൂവിൻ്റെ മുകളിൽ ഓരോ ചെറിയ വീതം വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ കേക്കിൻ്റെ ഡെക്കറേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.